ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ മറുനാടൻ്റെ ചാനലിൽ ഇപ്പോൾ ഒരു വാർത്ത വന്നിട്ടുണ്ട്. ഗോൾഡൻ വിസ. കുറച്ച് നാളുകളായിട്ട് നമ്മൾ ഗോൾഡൻ വിസ എടുക്കുന്ന ഫിലിം സ്റ്റാർസിനെ എല്ലാം കണ്ടിട്ടുണ്ട്. തെരുതെര കിട്ടിയിട്ടുണ്ട്. മറ്റേ ഫഹദ് ഫാസിലിന്, അതുപോലെ കോട്ടയം നസീർ, പിന്നെ നമുക്കറിയാവുന്ന റോബിന്, അങ്ങനെ എല്ലാവർക്കും ഗോൾഡൻ വിസ കിട്ടിയിട്ടുണ്ട്. ഒത്തിരി പേർക്ക് കിട്ടിയിട്ടുണ്ട്, ഭാവന, അങ്ങനെ ഒത്തിരി പേർക്ക്. അപ്പം അതെല്ലാം എടുത്തു കൊടുത്ത ആൾ മക്രോണി, ഇക്ബാൽ മക്രോണി പോലീസ് കസ്റ്റഡിയിൽ നിന്നും പറഞ്ഞൊരു വാർത്ത ഇപ്പം വന്നിട്ടുണ്ട്. അത് കാരണം പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, വ്യാജമായിട്ടുണ്ടാക്കി കൊടുത്ത രേഖകളാണ് ദുബായ് സർക്കാരിന് കൊടുത്തത്. നമ്മുടെ ഗവൺമെൻറ്റിനെ പോലെയല്ല. അവിടുത്തെ ഗവൺമെൻറ് ഗൾഫിലെ നിയമങ്ങൾ അറിയാതെ ഗൾഫിൽ വ്യാജ രേഖകളൊക്കെ ചമച്ചിട്ടുണ്ടെങ്കിൽ ശിക്ഷ ഇക്ബാലിന് മാത്രമല്ല എടുത്തവർക്കും ശിക്ഷ കിട്ടുമെന്നുള്ളതും പിന്നെ ഗോൾഡൻ വിസ റദ്ദാക്കും എന്നുള്ളതും എല്ലാമാണ് ഇപ്പോൾ മറുനാടൻ പറയുന്നത്. സത്യത്തിൽ ഇത് കേൾക്കുമ്പോൾ മലയാളി എവിടെ പോയാലും മലയാളി തന്നെയാണെന്നുള്ളതാണ് എനിക്ക് ഇത് കേട്ടപ്പോൾ പറയാൻ തോന്നി. എന്താണെങ്കിലും എത്ര ഉയരത്തിലെത്തിയാലും എന്തെങ്കിലും ഒരു കൃത്രിമ ബുദ്ധി അതിൻ്റെ ഉള്ളിൽ കാണിച്ചാലേ മലയാളികൾക്കൊരു സ്വസ്ഥത വരുവുള്ളൂ എന്ന് തോന്നുന്നു. അതുപോലെയാണ് ഇയാളെ പറ്റിയുള്ള വാർത്തകളൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇൻസ്റ്റാഗ്രാമിൽ അടിച്ചു നോക്കിയാൽ നമുക്ക് കാണാം ഇയാളുടെ ഇതൊക്കെ. ഇത്ര വേഗം ഉയരത്തിലെത്തിയിട്ട് അതൊന്നും നിലനിർത്താതെ അതുകൊണ്ട് മൊത്തം നശിപ്പിച്ച ഒരു വാർത്തയാണ് ഇപ്പം മറുനാടൻ പറഞ്ഞത്. അപ്പം ഗോൾഡൻ വിസ എടുത്തവർക്കും പ്രശ്നമാണ്, റദ്ദാകുകയും അവരും കൂടെ പ്രതിയാകുന്ന രീതിക്കും കൂടെ ചിലപ്പോൾ ദുബായ് നിയമമായതുകൊണ്ട് പോകും. സിനിമാ താരങ്ങളൊക്കെ ആകെ ടെൻഷനിലാണെന്നും പറഞ്ഞാണ് വാർത്ത ഇപ്പം മറുനാടൻ പറഞ്ഞത്. അപ്പോൾ വാർത്ത ഒന്ന് കേൾക്കുക. സർക്കാർ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നതിന് വേണ്ടി ലോകമെമ്പാടുമുള്ള സെലിബ്രിറ്റികൾക്ക് വേണ്ടി ഗോൾഡൻ വിസ സ്കീം പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏജന്റായി മാറുന്നു. അങ്ങനെ UAE-യിലെ ഏറ്റവും പ്രമുഖനായ ബിസിനസ്സുകാരനായി മാറിയ സുൽത്താൻ ബത്തേരിക്കാരൻ രാജ്യത്തെ മുഴുവൻ സിനിമക്കാരുടെയും സുഹൃത്താവുന്നു. മലയാളത്തിലെ സിനിമാ നടന്മാരും നടിമാരും സിനിമാ പാട്ടുകാരും സിനിമാ സംവിധായകരും അടക്കം ബോളിവുഡിലെ പ്രമുഖരായ സിനിമക്കാരടക്കം ഏതാണ്ട് 400ഓളം പേർക്കാണ് ഇക്ബാൽ മാർക്കോണി എന്ന ദുബായിലെ വിസ ഫെസിലിറ്റേറ്റർ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തത്. മലയാളത്തിലെ പ്രമുഖ സിനിമാ നടന്മാരും നടിമാരും ഉൾപ്പെടെ പ്രമുഖ വ്യവസായികൾ ഉൾപ്പെടെ മിക്കവരും തന്നെ ഇക്ബാൽ മാർക്കോണിയെ ആശ്രയിക്കാൻ തുടങ്ങി. കോഴിക്കോട് സ്ഥാപനം തുടങ്ങിയപ്പോൾ മാർക്കോണി എന്ന് പേരിട്ടത് തന്റെ തന്നെ പേരായി മാറിയ ചരിത്രമാണ് ഇക്ബാൽ മാർക്കോണിയുടേത്. ആ ഇക്ബാൽ മാർക്കോണിയാണ് ഏതാനും ദിവസങ്ങളായിപ്പോൾ UAE സർക്കാരിന്റെ കസ്റ്റഡിയിൽ കഴിയുന്നത്. UAE ഇമിഗ്രേഷൻ ഓഫീസും ട്രേഡ് ഓഫീസും ദുബായ് പോലീസും ഒക്കെ ഇക്ബാൽ മാർക്കോണിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസ് കൈകാര്യം ചെയ്യുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഇന്നലെ ഈ വാർത്ത ഞങ്ങൾ പുറത്തുവിട്ടപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ വലിയ കോളിളക്കമാണ് ഉണ്ടായത്. കാരണം രാജ്യത്തെ പ്രമുഖരായ സെലിബ്രിറ്റികളുടെയൊക്കെ പ്രധാന ആശാകേന്ദ്രമായി മാറിയ ഇക്ബാൽ മാർക്കോണി കസ്റ്റഡിയിലാവുക എന്നത് പലർക്കും ചിന്തിക്കാൻ പോലും കഴിയുന്ന കാര്യമായിരുന്നില്ല. മലയാളത്തിലെ പ്രമുഖ സിനിമാ നടന്മാരും നടിമാരും സിനിമാ മേഖലയിലെ മറ്റുള്ളവരും അടക്കം ഏതാണ്ട് 350-400ഓളം പേർ ഇക്ബാൽ മാർക്കോണിയെ ആശ്രയിച്ചാണ് ഗോൾഡൻ വിസ തരപ്പെടുത്തിയത്. ഇപ്പോൾ അവരൊക്കെ ആശങ്കയിലാണ്. ദുബായ് പോലീസും ഇമിഗ്രേഷൻ അധികാരികളും ഇക്ബാൽ മാർക്കോണിയെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ഈ വിസ പദ്ധതിയിൽ മായം ചേർത്തതുകൊണ്ടാണ്. വ്യാജരേഖയുണ്ടാക്കി അർഹതയില്ലാത്തവർക്ക് ഉണ്ടാക്കി കൊടുത്തു എന്നതടക്കം ഇവരോടൊക്കെ കൊടുക്കേണ്ടതിനേക്കാൾ വലിയ ഫീസ് ഈടാക്കി എന്നതടക്കമുള്ള കുറ്റകൃത്യങ്ങളാണ് ചുമത്തപ്പെട്ടിരിക്കുന്നത്. 4000-ഉം 5000-ഉം ഒക്കെ ദിറം കൊടുത്തായിരുന്നു ആദ്യകാലത്ത് സിനിമക്കാർക്കും പ്രമുഖർക്കും ഈ വിസ തരപ്പെടുത്തി കൊടുത്തതെങ്കിൽ മറ്റു പലർക്കും, അർഹതയില്ലാത്ത പലർക്കും 10,000-ഉം 12,000-ഉം ഒക്കെ ദിറം ഈടാക്കിക്കൊണ്ട് വിസ കൊടുത്തു എന്ന് പരാതിയുണ്ട്. ഗ്യാരണ്ടി ചെക്ക് വാങ്ങിയ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയതടക്കമുള്ള പരാതികളെ തുടർന്നാണ് സംഗതി വഷളായതും ഇമിഗ്രേഷൻ അധികാരികൾ കാര്യങ്ങൾ പരിശോധിച്ചതും. അങ്ങനെ അറസ്റ്റിലായ ഇക്ബാൽ മാർക്കോണി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പോലീസ് കസ്റ്റഡിയിൽ തന്നെയാണ് വിശദമായി ചോദ്യം ചെയ്തു വരുന്നു. ഇക്ബാൽ ചെയ്തിരിക്കുന്ന കുറ്റകൃത്യത്തിന്റെ ഗൗരവത്തെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചു വരുന്നതേ ഉള്ളൂ. എന്നാൽ ഇത് തലവേദനയായി മാറിയിരിക്കുന്നത് ഇക്ബാൽ മാർക്കോണിയുടെ സഹായത്തോടെ വിസ എടുത്തിരിക്കുന്ന സെലിബ്രിറ്റികൾക്കാണ്. സിനിമക്കാർ അടക്കമുള്ള പലരും ഇക്ബാൽ മാർക്കോണി വഴിയാണ് വിസ എടുത്തിരിക്കുന്നത്. മലയാള സിനിമയിലെ പ്രമുഖ നടന്മാർ മാത്രമല്ല, ഫഹദിനെ പോലുള്ള പ്രമുഖ നടന്മാർ മാത്രമല്ല, സുരേഷ് കൃഷ്ണയും കോട്ടയം നസീറും ഒക്കെ ഈ ഗോൾഡൻ വിസ എടുത്തവരാണ്. റിമി ടോമി അടക്കമുള്ള ധാരാളം പേർ അങ്ങനെ വിസ എടുത്തിട്ടുണ്ട്. ഈ വിസകൾ എല്ലാം ഇപ്പോൾ ദുബായ് സർക്കാർ പരിശോധിക്കുന്നു എന്ന വിവരമാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത്. അർഹതയില്ലാതെ ആർക്കെങ്കിലും അങ്ങനെ വിസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. സെലിബ്രിറ്റി സ്റ്റാറ്റസിന് മാനദണ്ഡമുണ്ട്, പണത്തിന് മാനദണ്ഡമുണ്ട്. അർഹതയില്ലാത്ത ആർക്കെങ്കിലും ഇങ്ങനെ വിസ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വിസ റദ്ദ് ചെയ്യാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. ഇക്ബാൽ മാർക്കോണിയുടെ സ്ഥാപനം കൊടുത്ത എല്ലാ വിസകളും പുനഃപരിശോധിക്കുമെന്നും യോഗ്യതയില്ലാതെയോ അല്ലെങ്കിൽ വ്യാജരേഖ വഴിയോ ആർക്കെങ്കിലും വിസ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വിസയെല്ലാം റദ്ദാക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ സിനിമാക്കാർ ആശങ്കയിലാണ്. കാരണം അവർക്കിതിന്റെ പ്രതിസന്ധിയെക്കുറിച്ച് അറിയില്ലായിരുന്നു. മനോരമ അടക്കമുള്ള പത്രങ്ങളിലെ, ഖലീജ് ടൈംസ് അടക്കമുള്ള പത്രങ്ങളിലെ ചാനലുകളിലൊക്കെ ഇക്ബാൽ മാർക്കോണിയെ കുറിച്ച് വാർത്ത വന്നതുകൊണ്ട് അത് വിശ്വസിച്ച് അവർ കൊടുത്തതാണ്. അവരാരും വ്യാജരേഖ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. അവർക്ക് കൊടുത്തത് അവർക്ക് ലഭ്യമായ രേഖകളാണ്. എന്നാൽ ഇക്ബാൽ മാർക്കോണി
വ്യാജരേഖകൾ ഇവർക്ക് വേണ്ടി ഉണ്ടാക്കി ദുബായ് ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വലിയ ഗുരുതരമായ കുഴപ്പമായി മാറും, ഇവരുടെ വിസയെ ബാധിക്കാം. എന്ന് മാത്രമല്ല